പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനവിചിന്തനത്തിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വിചിന്തനം ചെയ്യുക. കടലിനെ ശാന്തമാക്കുന്നു. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വെള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, വിശുദ്ധ മർക്കോസിന്റെ ഈ സുവിശേഷത്തിലെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ഒരുപാട് ഉപമകളിലൂടെയാണ്. ഓരോ ഉപമകളും അതിൻ്റെ വിശദീകരണങ്ങളുമൊക്കെ ഈ സുവിശേഷ ഭാഗങ്ങളിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വളരെയേറെ സുപരിചിതമായ കടലും അതിനോടനുബന്ധിച്ച് തിരമാലകളെ കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്തുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാറ്റും കോളും കൊടുങ്കാറ്റും ഒക്കെ എല്ലാം ശമിപ്പിക്കാൻ ശക്തനായ ഒരാളാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ അമരത്തുള്ളത് എന്ന് നാം പലപ്പോഴും മറന്നു പോകുകയാണ്. നമ്മുടെ വഞ്ചിയിൽ തന്നെ, വഞ്ചിയുടെ അമരത്ത് തന്നെ കർത്താവ് ഉണ്ട് എന്ന ഒരു ബോധ്യം നമ്മെ ഒരുപാട് ശക്തരാക്കും. അവനെ ഒന്ന് വിളിച്ചുണർത്തിയാൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനെയെല്ലാം അവനെ ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ, നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ പടകിലുള്ളത് എന്ന ഒരു ബോധ്യം നമ്മളുടെ മനസ്സിലുണ്ടാകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പ്രത്യേകമായി യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിലെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലെ സഹനങ്ങള് ഒരുപാട് അൽഫോൻസാമ ചോദിച്ചു വാങ്ങുകയായിരുന്നു. നമുക്കൊക്കെ സഹനങ്ങൾ വരുമ്പോഴേക്കും വിമിഷ്ടമാണ്, ബുദ്ധിമുട്ടുകളാണ്. ഈ സഹനങ്ങൾ എങ്ങനെയെങ്കിലും മാറ്റിത്തരണമേ എന്നാണ് നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മാസം വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഹനപുത്രിയായ വിശുദ്ധ അൽഫോൻസാമയോടുകൂടി നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. അൽഫോൻസാമേ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നു. നിങ്ങൾക്ക് അതെല്ലാം, ആ സഹനങ്ങളെയൊക്കെ നേരിടാനുള്ള കരുത്ത് നൽകണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി,
ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പോൻ കഴിവുള്ളോൻ പടകിലുണ്ട്. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.